ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് വാങ്ങുന്ന മിറേഴ്സിനൊക്കെ ഫ്രെയിം ഉണ്ടാവുമല്ലോ. ആ ഫ്രെയിം പൊട്ടിപ്പോവുകയാണെങ്കിൽ നമുക്കത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. വാൾ മൗണ്ടഡ് മിററായിട്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു മിററിൻ്റെ ഫ്രെയിം പോയപ്പോൾ ഞാൻ അതെങ്ങനെയാണ് വോളിൽ ഫിക്സ് ചെയ്തത് എന്ന് ഇപ്പോൾ കാണിച്ചു തരാം. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കൈ മുറിയാതെ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ കേട്ടോ. ഞാനിപ്പോൾ പൊട്ടിപ്പോയ കണ്ണാടി എടുത്ത് ഭിത്തിയിലിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിചാരിച്ചത് എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാം, അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന്. അപ്പോൾ ഞാനിത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് MC-യിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് MC-യിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ കണ്ണാടിയുടെ അടിഭാഗത്ത് ഞാൻ ഒരു രീതിയിലുള്ള പശയൊന്നും തൂത്തിട്ടില്ല, വെറുതെ ജസ്റ്റ് കണ്ണാടി ഇങ്ങനെ വെച്ചു. അതിനുശേഷം MC-യിൽ പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് സൈഡ് ഭിത്തിയുമായിട്ട് നല്ലപോലെ അറ്റാച്ച് ചെയ്ത് നിർത്തി. അപ്പോൾ താഴ്ഭാഗം ആദ്യം തന്നെ അറ്റാച്ച് ചെയ്യുക, അതിനുശേഷം സൈഡും കൂടി അറ്റാച്ച് ചെയ്യുക. അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് കണ്ണാടി ഹോൾഡ് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ കണ്ണാടി താഴെ വീണ് പൊട്ടിപ്പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ MC-യിൽ ഞാൻ പൊട്ടിക്കുവാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രം MC-യിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, ഒരെണ്ണം തീർന്നതിന് ശേഷം മാത്രം. അപ്പോൾ രണ്ടാമത്തെ MC-യിലാണിത്. ഇലക്ട്രീഷ്യൻസിൻ്റെയിലും പ്ലംബേഴ്സിൻ്റെയിലും ഒക്കെ ഉണ്ടാവും, അങ്ങനത്തെ കടകളിലും ഇത് ചീപ്പായിട്ട് അവൈലബിൾ ആണ്. ഇനി അതല്ല, ടെറാക്കോട്ട പോലെയുള്ള ജുവലേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ക്ലേ ഉണ്ടല്ലോ, അതുണ്ടെങ്കിലും മതി. അതാകുമ്പോൾ വൈറ്റ് കളറിൽ കിട്ടും. ഇതാകുമ്പോൾ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് വരുമ്പോൾ കുറച്ച് വൃത്തികേടായിരിക്കും വൈറ്റ് കളറായിട്ടുള്ള വോളിൽ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ MC-ലിൻ്റെ ഉള്ളിൽ 2 റെസിൻസ് ആണ് വരുന്നത്, 2 പാക്കറ്റായിട്ടാണ്. ആ 2 പാക്കറ്റും കൂടി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം, പാക്കറ്റിലുള്ള റെസിൻസ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈയൊന്നും ഉപയോഗിക്കണമെന്ന് ഇല്ല കേട്ടോ. ഏതെങ്കിലും ടൈലിൽ വെച്ചിട്ട് ടൈലിൽ കുറച്ച് ടാൽക്കം പൗഡർ തൂക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാൻ ജസ്റ്റ് കയ്യിൽ വെച്ച് തന്നെ അങ്ങ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതിനുശേഷം കൈ നല്ലപോലെ വെള്ളം മാത്രം ഉപയോഗിച്ച്, സോപ്പ് ഉപയോഗിക്കാതെ വെള്ളം മാത്രം ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകി കളയുകയാണെങ്കിൽ ഫുൾ അതങ്ങ് പൊക്കോളും. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ള് ബ്ലാക്ക് കളറിലേക്ക് വരണം. ഇങ്ങനെ ബ്ലാക്ക് കളർ ആകുമ്പോൾ നല്ലൊരു പശയായിട്ട് ആക്ട് ചെയ്യും. അതിന് മുമ്പ് അതിങ്ങനെ ഒരു സോപ്പിൻ്റെ പീസ് പോലെയാണ് ഫീൽ ചെയ്യുക. ഇപ്പം നല്ല പശയാണ്. അപ്പോൾ ഇതുപോലെ സൈഡിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ, നല്ലപോലെ ഫിനിഷിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഫിനിഷിങ്ങും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, ഒരു ഭംഗിയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് മാത്രമാണ് ഒരു ഗുണമുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് കറക്റ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു ഷേപ്പ്ലെസ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുകളിൽ ഇങ്ങനെ റഫായിട്ട് പൊങ്ങി നിൽക്കുന്നതൊക്കെ സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഒട്ടിയിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലപോലെ ഈ ഗ്ലാസ് വോളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം. നല്ലപോലെ നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഞാൻ ആ സ്കെയിൽ വെച്ച് തന്നെ സൈഡിൽ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കണ്ണാടി ഒന്ന് ഒരു ടവലിൽ കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട് തുടച്ചു കൊടുക്കാം. വിനെഗർ ഒഴിച്ച് തുടയ്ക്കുമ്പോഴേക്കും നല്ലപോലെ ക്ലീനായി കിട്ടും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മെറ്റാലിക് പെയിൻ്റ് ആണ്. മെറ്റാലിക് പെയിൻറ്റ് ഞാൻ ജസ്റ്റ് റഫായിട്ട് അങ്ങ് അടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തതുകൊണ്ടിട്ടാണ്. ഒത്തിരി ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലീവ്സ് ഞാൻ ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ലീവ്സ് ഉണ്ടായിരുന്നു. സൈഡിൽ കൂടി ഇങ്ങനെ വച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചുറ്റും സ്റ്റിക്ക് പോലെ വെച്ചിട്ട് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാം. CD ഉണ്ടെങ്കിൽ CD കട്ട് ചെയ്ത് പീസസ് ആക്കി ചുറ്റും കുറച്ചുകൂടി ഒരു കവറിങ് കൂടി MC-യിൽ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ CD ഒക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പൊട്ടിപ്പോയിട്ടുള്ള ഇതുപോലത്തെ കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ, കണ്ണാടിയുടെ ഫ്രെയിമൊക്കെ പോയ കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക്
യൂസ്ഫുൾ ആക്കി എടുക്കാനായിട്ട് പറ്റും. പൊട്ടിപ്പോയ കണ്ണാടി ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ അകത്ത് റേഡിയേഷൻ ഉണ്ടാവും. ലെഡ് ഓക്സൈഡ് അല്ലെങ്കിൽ മെർക്കുറിയാണ് യൂഷ്വലി കണ്ണാടിയുടെ ബാക്കിൽ പോളിഷ് ചെയ്യുക. സോ അത് റേഡിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്രെയിം മാത്രമേ പോയേക്കുന്നതെങ്കിൽ നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care. Bye bye.